നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മോദിയെ വെല്ലുവിളിച്ച് സ്റ്റാലിൻ. മോദിയുടെ പ്രതികരണത്തിൽ മനം നൊന്ത് സ്റ്റാലിൻ. ഒരു പ്രത്യേക സീസണിൽ പ്രത്യേകതരം പക്ഷികൾ സങ്കേതത്തിൽ എത്തുന്നത് പോലെയാണ് മോദി തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തമിഴ്നാട് സന്ദർശിച്ചതെന്ന് സ്റ്റാലിൻ പ്രതികരിച്ചു. എക്സ് പ്ലാറ്റ്ഫോമിലായിരുന്നു സ്റ്റാലിന്റെ പരിഹാസം. മോദിയുടെ ഗ്യാരണ്ടി എന്ന അവകാശവാദത്തെ സൂചിപ്പിച്ച് പ്രധാനമന്ത്രി നടപടി കൈക്കൊള്ളുമോ എന്ന ചോദ്യം ഉന്നയിച്ച് വിവിധ പട്ടികകളിലൂടെ പദ്ധതികൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു സ്റ്റാലിന്റെ പരിഹാസം. തമിഴ്നാട്ടിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം തന്നെ നോക്കിയാൽ മോദിയെ തിരിച്ചറിയാം എന്ന ലൈനിലായിരുന്നു സ്റ്റാലിന്റെ പ്രതികരണം. രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ, പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി തമിഴ്നാടിന് എന്ത് നൽകി, അതുമല്ലെങ്കിൽ എന്ത് നൽകും എന്ന ചോദ്യമാണ് സ്റ്റാലിന്റെ പരിഹാസമെന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിപാടിയിൽ മോദി ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു സ്റ്റാലിന്റെ ചോദ്യങ്ങൾ. ഹിന്ദിയും സംസ്കൃതവും അടിച്ചേൽപ്പിക്കുന്നത് മുതൽ പല ചോദ്യങ്ങളും അതിലുണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളെ സ്വന്തം നിലയിൽ കൈയാളുന്ന മോദി തമിഴ്നാടിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും ഭീഷണിയല്ലേ എന്ന ഒളിയമ്പും സ്റ്റാലിൻ നടത്തുകയുണ്ടായി. എന്നാൽ സ്റ്റാലിന്റെ പരിഹാസത്തെ കാര്യമായി കണക്കിലെടുക്കുന്നില്ലെന്നും തമിഴ്നാട്ടിൽ BJPക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുമെന്നുമായിരുന്നു മോദിയുടെ പ്രതികരണം. മാത്രവുമല്ല, സ്റ്റാലിന്റെ രാഷ്ട്രീയത്തെ എത്ര പേർ അംഗീകരിക്കുന്നുവെന്ന ചോദ്യവും മോദി പരിഹാസ രൂപേണ ചോദിച്ചു. ചുരുക്കത്തിൽ സ്റ്റാലിനെ ഒതുക്കി തമിഴ്നാട്ടിൽ പുതിയൊരു അംഗത്തിന് X വഴി തുടക്കം കുറിച്ചുമെന്ന് നിസ്സംശയം പറയാം.